വർക്കലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ വൃദ്ധൻ മരിച്ചതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊന്നതിന് ജോസ് മാവേലിയെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഇന്നലെ ക്രൂരമായി കൊല്ലപ്പെട്ട രാഘവന്റെ മൃതദേഹം ഇന്നാണ് സംസ്കരിക്കുക. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ, ഞങ്ങളുടെ പ്രതിനിധി, അവിടെ നിന്നും ചേരുകയാണ്. ജിതിൻ, അവിടം എങ്ങനെ? അജ്മിഷാദ്, അല്പസമയം മുമ്പ് വരെ വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് നിലനിന്നിരുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ രാഘവൻ എന്നയാൾ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തന്നെ അപ്പോൾ മുതൽ തന്നെ തെരുവുനായ ശല്യത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലും രൂക്ഷമായ പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ 7 മണിയോടെ പ്രദേശത്തെ തെരുവുനായ്ക്കളെ പിടികൂടാനും കൊല്ലാനും ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജോസ് മാവേലിയുടെയും മറ്റും നേതൃത്വത്തിലായിരുന്നു നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങി തെരുവുനായ്ക്കളെ പിടികൂടാനും കൊല്ലാനും ആരംഭിച്ചിരുന്നത്. 11 മണിയോടെയാണ് ഇക്കാര്യം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയും ജോസ് മാവേലിയെ അടക്കം കസ്റ്റഡിയിലെടുക്കാനും അവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കാനുമുള്ള നീക്കം ഉണ്ടായത്. അതിനെതിരെയാണ് നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചത്. നാട്ടുകാർ സംഘടിച്ചെത്തി വലിയ രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നും ആയിരുന്നു നാട്ടുകാർ പറഞ്ഞിരുന്നത്. ഒപ്പം അറസ്റ്റിനുള്ള നീക്കമുണ്ടായാൽ അത് തടയുമെന്നും നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. ആ പ്രതിഷേധം ഇപ്പോൾ കെട്ടടങ്ങിയെങ്കിലും നാട്ടുകാരെല്ലാം തന്നെ ഇപ്പോഴും സ്ഥലത്ത് സംഘടിച്ചിരിക്കുകയാണ്. രാഘവന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വർക്കലയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. തുടർന്ന് അരമണിക്കൂറിനകം തന്നെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ അതെങ്ങനെയായിരിക്കും നടക്കുക എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജോസ് മാവേലിയെയും മറ്റും തെരുവുനായ്ക്കളെ പിടികൂടിയതിന് അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായാൽ അതിനെതിരെ മൃതദേഹവുമായി പ്രതിഷേധിക്കുമെന്നാണ് നാട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തുമ്പോൾ എത്തരത്തിലായിരിക്കും പ്രതിഷേധം ഉണ്ടാവുക എന്നത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സംസ്കാരത്തിനുള്ള ചടങ്ങുകൾക്കുള്ള മറ്റ് ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് വർക്കലയിലുള്ള രൂക്ഷമായ തെരുവുനായ ശല്യത്തിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നൽകിയത് വർക്കലയിൽ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ എത്തി വൃദ്ധനെ കടിച്ചു വന്ന സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് അവിടെ നിന്നും ജിതിൻ ചന്ദ്രൻ, ഞങ്ങളുടെ പ്രതിനിധി, നൽകിയത്.